എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 24-ാമത്തെ ശ്ലോകമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മൈവാഹം സമശാന്ത സച്ചിദാനന്ദലക്ഷണഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. ആ ശ്ലോകം നോക്കി നമ്മള് പ്രശ്നങ്ങളില്ലാത്തപ്പോ ഞാൻ ശാന്തൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ധാരാളം പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അതിനെ വ്യവഹാരമായി കണക്കാക്കി മനസ്സിനെ ശാന്തമായി നിർത്തണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. ധനം, ഹെൽത്ത്, അങ്ങനെ തുടങ്ങി പല വിക്ഷേപങ്ങൾ മനസ്സിൽ വരാം, പലതരം വിക്ഷേപങ്ങൾ വരാം. തൻ്റെയും, അതായത് ആത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ലക്ഷണം ഒന്നു തന്നെ എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ വിക്ഷേപങ്ങളെ എന്തെടുക്കണം? അത് ശരീരത്തിൻ്റെതായിട്ട് എടുക്കണം, എൻ്റെ ആത്മാവിൻ്റെതായിട്ട് എടുക്കരുത്. അത് എളുപ്പമല്ല, പക്ഷെ മെല്ലെ മെല്ലെ പരിശീലനം കൊണ്ട്, അഭ്യാസം കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പൊ ഈ ലക്ഷണം എന്താണ്? രണ്ടിൻ്റെയും ഒരേ ലക്ഷണം തന്നെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിദാനന്ദ ലക്ഷണം. സച്ചിദാനന്ദ ലക്ഷണഃ ബ്രഹ്മൈവാഹം സമശാന്ത സച്ചിദാനന്ദ ലക്ഷണഃ എന്നവിടെ പറഞ്ഞ അതാണ് പറയുന്നേ. സത്ത്, അതായത് ഉണ്ട്, ഉണ്ട് എന്നുള്ള ആ ഇരിപ്പ് എന്ന് പറയും, ഉണ്ട്. ചിത്ത് എന്നാൽ ജ്ഞാനസ്വരൂപം, ചിത്ത് എന്നാൽ ജ്ഞാനസ്വരൂപം. ആനന്ദം എന്ന് പറയുന്നതിനെ പൂർണ്ണസ്വരൂപം എന്ന് പറയുന്നു. ആനന്ദം എന്നതിനെ പൂർണ്ണസ്വരൂപം. അപ്പോ ഉണ്ട് എന്നുള്ള ആ ബോധം, ജ്ഞാനസ്വരൂപം, പൂർണ്ണസ്വരൂപം, ഇതാണ് സച്ചിദാനന്ദ ലക്ഷണം. ഇത് തന്നെയാണ് അഹം എന്നതിൻ്റെയും ലക്ഷണം. ഞാൻ ഈ ലക്ഷണങ്ങളോടെ ഇരിക്കുന്നവനാണ്, എപ്പോഴും ഞാൻ ഈ ലക്ഷണങ്ങളോടെ ഇരിക്കുന്നവനാണ്. ഏത് ലക്ഷണങ്ങള്? സത്, ഉണ്ട്, ഇല്ലേ? നമുക്ക് എപ്പോഴും അറിയാം ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സത്ത്, പിന്നെ ചിത്ത്, നമ്മളെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ജ്ഞാനസ്വരൂപമാണ്, എല്ലാം അറിയുന്നു നമ്മൾ, ജ്ഞാനസ്വരൂപമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും സാക്ഷിയായിട്ടിരിക്കുന്നു, നമ്മെ ഒരു പ്രശ്നങ്ങളും ബാധിക്കുന്നില്ല. അപ്പോ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ് ആനന്ദം. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു സംഗതി ഉണ്ടാകുന്നതല്ല ആനന്ദം. ഒന്നുമില്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് ആനന്ദം. അതാണ് യഥാർത്ഥ ആനന്ദം. മറ്റേത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടവസ്തു കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന, നമ്മൾ നേരത്തെ മോദം പ്രമോദം എന്നൊക്കെ പറഞ്ഞു, അതല്ല ആനന്ദം. അപ്പോ ഈ അറിവ്, ഞാൻ ഈ ലക്ഷണത്തോടു കൂടി ഇരിക്കുന്നു എന്ന ഈ അറിവ് ജ്ഞാനത്തിന്റെ ഒരു പകുതി തന്നെയാണ്. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്താണെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ലക്ഷണത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നേ എന്ന് അറിയുന്നത് ഒരു പകുതി അറിവ് തന്നെയാണ് ജ്ഞാനത്തിന്റെ. ഞാൻ എന്ന് പറയുന്ന ബോധം എനിക്കുണ്ട്, ഞാൻ ബോധസ്വരൂപനാണ്. സത്തുണ്ട്, പിന്നെ ചിത്തുണ്ട്, അതായത് ഞാൻ എല്ലാം അറിയുന്നുണ്ട്, പിന്നെ ഞാൻ ആനന്ദ സ്വരൂപമാണ്. ഇത്രയും അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പകുതി അറിവ് നമുക്കായി എന്നാണ് പറയുന്നത്. ഇനി പിന്നെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ ഇത്രയും ഞാനാണ് എന്നറിഞ്ഞു, ഞാൻ എന്നുള്ളതിന്റെ ലക്ഷണം നമുക്കറിഞ്ഞു, അഹം എന്നുള്ളതിന്റെ ലക്ഷണം അറിഞ്ഞു. പിന്നെന്താണ് പറയണേ? നാഹം ദേഹോ ഹ്യസത് രൂപഃ, നാഹം ദേഹോ ഹ്യസത് രൂപഃ. അസത്തല്ലാന്ന്, അസത് രൂപഃ, ന അസത് രൂപഃ, ന അഹം ദേഹഃ, ന അസത് രൂപഃ ഹി എന്നൂടെ പറയും. ഞാൻ ഈ ഫിസിക്കൽ ബോഡി അല്ല, ഞാൻ ഈ ദേഹം അല്ല,
ഈ ദേഹം കുറച്ചു നാളത്തേക്ക് താൽക്കാലികമായി എനിക്ക് നൽകപ്പെട്ടതാണ്. ഈ ദേഹം കുറച്ചു കാലത്തേക്ക് മാത്രമായി എനിക്ക് നൽകപ്പെട്ടതാണ്. ഞാൻ ഈ ദേഹം അല്ല. ഇങ്ങനെ പറയാൻ കാരണം, നേരത്തെ ഈ ശരീരത്തിന് വരുന്ന വേദനയും പ്രോബ്ലങ്ങളും എൻ്റേത് എന്ന് വിചാരിച്ചിരുന്നു. നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, എൻ്റേത് എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ആക്ച്വലി എൻ്റെ ഈ ശരീരം കുറച്ചു നാളത്തേക്ക് മാത്രമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ വേദനയാണ്, എൻ്റേത് അല്ല. ഞാൻ ആത്മായാണ്, ഞാൻ സച്ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ വേദനകളെല്ലാം എൻ്റേത് എന്ന് പറയുമ്പോൾ ഈ ശരീരം എൻ്റേത് എന്ന് പറയുന്നത് കൊണ്ട് ഈ ശരീരത്തിൻ്റേത് ആണ്. ഈ ശരീരമാകട്ടെ കുറച്ചു കാലത്തേക്ക് മാത്രം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. എൻ്റെ കർമ്മം കൊണ്ടും എൻ്റെ കർമ്മവാസനകൾ കൊണ്ടും കർമ്മഫലം അനുഭവിക്കാനായിട്ടും എനിക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഈ ശരീരം. എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ ശരീരം. അല്ലാതെ ഞാൻ ഈ ശരീരമല്ല. ഇതെന്തുകൊണ്ട് അങ്ങനെ ഞാൻ ഈ ശരീരമല്ല എന്ന് പറയാൻ പറ്റുന്നേ? ആത്മാവിനെ എന്താ പറഞ്ഞേ? സത്ത് എന്ന് പറഞ്ഞു. സത്ത്. ഇതോ അസത്ത്. ഇത് അസത്ത്, സത്തല്ലാത്തത്. ഇത് അസത്ത് ആണ്, സത്തല്ലാത്തതാണ്. ഇത് നശിക്കുന്നതാണ്. സത്ത് ഒരിക്കലും നശിക്കില്ല എന്നും ഉള്ളതാണ് സത്ത്. ഇതോ ഇത് നശിക്കുന്നതാണ്, അസത് രൂപഹ. അതുകൊണ്ടാണ് ഈ വാക്ക് ദേഹത്തിനൊരു വിശേഷണം. എന്ത്? അസത് രൂപ എന്നുള്ളത് ദേഹത്തിനൊരു വിശേഷം. അതായത് ദേഹം നശിക്കുന്നതാണ്, സ്ഥിരമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊരു കാരണമായിട്ടും പറയുന്നു അല്ലേ? നശിക്കുന്നതായതുകൊണ്ട് സത്തല്ല. അസത്ത് എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. അപ്പൊ നശിക്കുന്നതായതുകൊണ്ട് തന്നെ അത് സത്തല്ല. ഇതിന് ഹേതുഗർഭ വിശേഷണം എന്ന് പറയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന്. അസത് എന്നാൽ ഇല്ലാത്തത്. അപ്പൊ പറയും ദേഹം ഉണ്ടല്ലോ, ഇല്ലാത്തതല്ലല്ലോ ഈ ദേഹം, ഉണ്ടല്ലോ എന്ന് പറയും അല്ലേ? ദേഹം അസത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ എടുക്കുമ്പോ ഈ ദേഹം ഉണ്ടല്ലോ, ഉണ്ട്, ശരിയാണ്, താൽക്കാലികമായിട്ടുണ്ട്, സ്ഥിരമല്ലല്ലോ. അതാണ് അവിടുത്തെ വിശദീകരണം. ഉണ്ട്, താൽക്കാലികമായിട്ടുണ്ട്, സ്ഥിരമായിട്ടില്ല. സ്ഥിരമായിട്ടുള്ളത് ആരാണ്? ആത്മാ, ഞാൻ എന്ന ബോധം. അത് സ്ഥിരമായിട്ടുള്ളതാണ്. അതിൽ ഈ ശരീരം വന്നും പോയും ഇരിക്കുന്നു. പക്ഷേ സ്ഥിരമല്ല ഈ ശരീരം. ഉടൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഇത് ഉള്ളിൽ ഉറയ്ക്കണം. ഇതിൽ സംശയം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശാസ്ത്രം പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, അതിനെ വിശ്വസിച്ച് ഇപ്പോ ഉടല് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഉടൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അത് മിഥ്യ എന്നും കൂടെ അതിനെ പറയും. മിഥ്യ എന്നും പറയും. മാറിക്കൊണ്ടേ ഇരിക്കും. അസത് ഈസ് ഈക്വൽ ടു മിഥ്യയാണ്. ഞാനോ? ഞാൻ സത്യമാണ് എന്നുമുള്ളതാണ്. അതെങ്ങനെയാന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഞാൻ നിത്യനാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ അപരോക്ഷ അനുഭൂതി, വിവേക ചൂടാമണിയും ഇത് പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന, ഉപനിഷത്തുകളും എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുന്നത് ഞാൻ നിത്യനാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ മരിച്ചു പോകും, ഞാൻ ജനിച്ചു എന്നും വിചാരിക്കുന്നു, ഞാൻ മരിച്ചു പോകും എന്നും വിചാരിക്കുന്നു. ഈ വിചാരത്തെ മാറ്റി ഞാൻ പൂർണ്ണനാണ് എന്നുമുള്ളതാണ്. എനിക്ക് ഈ ശരീരം കിട്ടിയതാണ്, ഇത് പൊക്കോട്ടെ, ഇത് പോകും, ഉറപ്പാണ്, ഞാനല്ല പോകുന്നത്, ഈ ശരീരമാണ് പോകുന്നത് എന്ന തിരിച്ചറിവുണ്ടാകാനാണ് നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം. അപ്പോ ഈ ശരീരം അസത്താണ്. അതാണ് നാഹം ദേഹോ ഹ്യസത് രൂപ എന്ന് പറയാൻ കാരണം. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവത്തിൽ ഉണ്ട്, പക്ഷെ സത്യമായിട്ടും ഇല്ല. അതാണ് മിഥ്യ. മിഥ്യയുടെ ശരിയായിട്ടുള്ളൊരു വിശദീകരണം അങ്ങനെയാണ്. അനുഭവത്തിൽ ഉണ്ട്, എന്നാൽ സത്യമായിട്ടും ഇല്ല. ഇങ്ങനെ അറിയുന്നതിനെയാണ് ബുധൈഹി ജ്ഞാനമിത്യുച്യതേ. എങ്ങനെ അറിയുന്നതിനെ? ആത്മാവിൻ്റെ ലക്ഷണം സച്ചിത് ആനന്ദമെന്നും ശരീരത്തെ അസത് എന്നും അത് മിഥ്യയാണെന്നും അറിയുന്നതാണ്
ബുദ്ധിമാന്മാര്, ജ്ഞാനികൾ ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനം. അതായത് ഞാൻ ഈ ശരീരമല്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക, ഞാൻ എന്നും ഉള്ള നിത്യസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ് എന്നറിയുക. എനിക്ക് ഒരു ചെറിയ കാലത്തേക്ക് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഈ ശരീരം എന്ന് തിരിച്ചറിയുക. ഇതാണ് ജ്ഞാനത്തിന്റെ ഒരു വലിയ ഒരു ഭാഗം. ഞാൻ ഏതാണ്, ഞാൻ ഏതല്ല എന്ന നിശ്ചയം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ ഏതാണ് എന്നറിയണം, ഞാൻ ഏതല്ല എന്നും അറിയണം. അതറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ എന്ന് പറയുന്നത്. ഈ ചേർത്തിരിക്കുന്നതിൽ നിന്ന് അസത്തിനെ മാറ്റണം. അതാണ് കാലകാലങ്ങളായിട്ട്, എത്രയോ ജന്മങ്ങളായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നീക്കിക്കളയാൻ എളുപ്പമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഞാൻ ആര് എന്ന് അറിയുന്നത് ആണ്, അത് മാത്രമാണ് ജ്ഞാനം. ബാക്കി അറിവുകൾ ഒന്നും തന്നെ ജ്ഞാനമല്ല. ഞാൻ ആര്, അതല്ലേ രമണ മഹർഷി എപ്പോഴും പറയുന്നത്, ഞാൻ ആരെന്ന് ചിന്തിക്കാൻ പറഞ്ഞു വിടുന്നേ. ഞാൻ ആരെന്നറിഞ്ഞാൽ ആ ഒരു അറിവ് മാത്രമേ വേണ്ടൂ. ബാക്കി ഒരു അറിവും, ഒരു വസ്തുക്കളെ കുറിച്ചും പ്രപഞ്ചത്തിലെ മറ്റു ഒരു വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് ആവശ്യമില്ല. ഞാൻ ആര് എന്നറിഞ്ഞാൽ മാത്രം മതി, ബാക്കി എല്ലാ അറിവും ഉണ്ടാകും. കാരണം ബാക്കി അറിവ് ജ്ഞാനമല്ല, അതെല്ലാം വെറും അറിവുകൾ മാത്രമാണ്. അതിനെ ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ആര് സ്വയം അറിയുന്നതിനെയാണ്. കാരണം ആത്മജ്ഞാനം ലഭിച്ചാൽ അതിന് ഒരിക്കലും മാറ്റമില്ല. ആത്മജ്ഞാനം എന്നും നിലനിൽക്കുന്നതാണ്. എപ്പോഴൊരിക്കൽ ജ്ഞാനിയായോ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്ന് ശാസ്ത്രം പറയുന്നു. മറ്ററിവുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഉള്ള അറിവ് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും. കാരണം അത് മാറ്റത്തിന് വിധേയമാണ്. നമ്മൾ ഏതു വസ്തുവിനെ കുറിച്ച് അറിയുന്നുവോ ആ വസ്തു മാറ്റത്തിന് വിധേയമായതുകൊണ്ട് ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവും മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ ആ അറിവുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. പക്ഷേ ആത്മജ്ഞാനം ഒരിക്കൽ അറിഞ്ഞാൽ അതിന് പിന്നെ മാറ്റം ഇല്ല. കാരണം അത് സത്യമാണ്, നിത്യമാണ്. ഇപ്പോ ആൾക്കാർ നമ്മളെ നോക്കി പറയാണ് ഇയാൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കണം. ഇയാൾക്കൊന്നും അറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് സാധാരണ എനിക്ക് ദേഷ്യം വരും, അല്ലേ? ഓ, ഈ പുള്ളിക്കൊന്നും അറിയാൻ മേലെന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. അങ്ങനെയല്ല. അറിയില്ല, ഇയാൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ? അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ നശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണം? അതുകൊണ്ട് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമായി. അത്രയും കുറച്ചറിവ് മതി. ഇനി നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ, ശരിയായിട്ടുള്ള ആത്മകാര്യത്തെ അറിയാൻ മതിയല്ലോ. നല്ലത് എന്തൊക്കെയാണോ അതെല്ലാം അറിയണം. ഇയാൾ ചോദിച്ച കാര്യം എനിക്ക് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. നന്നായി, അതത്രയും അറിയാതിരുന്ന അത്രയും നന്നായി. കാരണം അത്രയും നല്ല കാര്യങ്ങൾ അറിയാം. അപ്പൊ എനിക്ക് അറിയില്ലല്ലോ എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല. പലർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലോക വ്യവഹാരത്തിലാണ് കോംപ്ലക്സ് വരുന്നത്. ആത്മജ്ഞാനത്തിനെ കുറിച്ച് അറിയില്ലല്ലോ എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല ആൾക്കാർക്കുള്ളത്. ആൾക്കാർക്കുള്ളത് ആ വസ്തുവിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ, ഈ വസ്തുവിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ, ലോകത്തിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ലല്ലോ, എൻ്റെ കൂടെയുള്ള ആൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്നെക്കാട്ട് എത്രയോ അറിവുണ്ട്. അവിടെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അറിവ് എന്ന പദത്തിന്റെ അർത്ഥം ഇവിടെ കാണുന്ന ലോകത്തിൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളുടെ കാര്യത്തിലാണ്. ഇന്ദ്രിയങ്ങൾ മുഖേന കിട്ടുന്ന നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ഇവിടെ അറിവ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ അറിവ് അതല്ല എന്നാണ് ഉപനിഷത്തും ഗ്രന്ഥങ്ങളും ഒക്കെ വേദങ്ങളും ഒക്കെ പറയുന്നത്. യഥാർത്ഥ അറിവ് സ്വയം അവനവനെ ആര് എന്നറിയുക. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ അറിയുന്നുണ്ട് എല്ലാം. ഒരു ഉണർവുണ്ട് എൻ്റെ ഉള്ളില്, മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് എൻ്റെ ഉള്ളില്. ഈ ഞാൻ ആരാണ് ഇതിനെ അറിയണം. ഈ അറിവാണ്
വേണ്ടത്. അല്ലാതെ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളുടെ അറിവല്ല. ആ അറിവ് കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. വ്യവഹാരത്തിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. നമ്മുടെ ആത്മ അന്വേഷണത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. ആത്മാന്വേഷണത്തിൽ എങ്ങനെയാ പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചാൽ ഇതെല്ലാം നശിക്കുന്നതാണ്. ഏതൊരു അറിവ് കുഞ്ഞിലേ ഇരിക്കുന്ന ഒരു അറിവല്ല ഇപ്പോ ഇരിക്കുന്ന ഒരു അറിവല്ല നാളെ. ഇപ്പൊ ഒരു വസ്തുവിനെ കാണുമ്പോൾ കിട്ടുന്ന അറിവല്ല കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. അതിനെല്ലാം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ അറിവിന് എത്രയോ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും മാറും, വസ്തുക്കളും മാറും, എല്ലാം മാറ്റമേ ഉള്ളൂ ഇവിടെ. അപ്പോ അതുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി ലൗകിക അറിവുകളെ കുറിച്ച് സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ അതും ഉണ്ട് പലർക്കും. എനിക്കെല്ലാം അറിയാം, അയാൾക്കൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം എന്ന് തലേന്ന് വൃത്തി പിടിച്ച് ഒരു എന്താ പറയുക, അങ്ങനെ വല്ലാതെ അങ്ങ് കൂടുതൽ പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. നശിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടെന്നാണെങ്കിൽ പറയുന്നത്. യഥാർത്ഥ അറിവല്ലത്. യഥാർത്ഥ ജ്ഞാനി ഒന്നും മിണ്ടത്തില്ല. ജ്ഞാനിയുടെ നേരത്തെ നമ്മൾ പഠിച്ചാലോ എങ്ങനെ ഇരിക്കും ജ്ഞാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരും, പഠിക്കും. അപ്പൊ ഈ അറിവുകളെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഫീരിയോറിറ്റിയോ സുപ്പീരിയോറിറ്റിയോ വരേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നു. യഥാർത്ഥ അജ്ഞാനം ഈ പദാർത്ഥങ്ങളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ ഉള്ള അറിവില്ലായ്മയല്ല. അതിനെക്കുറിച്ചുള്ള അറിവുകൾ അല്ല ജ്ഞാനം. അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അല്ല അജ്ഞാനം. അജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമില്ലായ്മയാണ്. അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യഥാർത്ഥ അജ്ഞാനം. ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യഥാർത്ഥ അജ്ഞാനം. ഞാൻ ആര് എന്നറിയുന്നതിനേക്കാൾ മുഖ്യം ഞാൻ ആരല്ല എന്നറിയുന്നതാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മുടെ ആചാര്യസ്വാമികൾ ഇതിനകത്ത് പറയുന്നതിന്റെ കാര്യം, ഇത് ഒറ്റ വാക്കിൽ കേട്ടാലൊന്നും ഇത് നമ്മുടെ ഉള്ളിൽ അനുഭവത്തിലേക്ക് വരാൻ അതിനുള്ള ആ ഒരു കേൾവി കൊണ്ടൊന്നും ആകില്ല. അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വരുന്ന എല്ലാ ശ്ലോകങ്ങളും ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ദേഹമല്ല 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 എന്നുള്ളത്. അപ്പൊ ഞാൻ ആരെ എന്നറിയുന്നതിനേക്കാൾ മുഖ്യം ഞാൻ ആരല്ല എന്നറിയുന്നതാണ്. ബ്രഹ്മസത്യം എത്രത്തോളം മുഖ്യമോ അതിനേക്കാൾ നാം അനുഭവിക്കുന്ന ലോകം മിഥ്യ എന്നറിയുന്നതാണ് മുഖ്യം. വളരെ പ്രയാസമല്ലേ? ബ്രഹ്മസത്യം അതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ ലോകം മിഥ്യയാണ് എന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? അതിൽ മുങ്ങിയിരിക്കുക, ആഴത്തിൽ അതിനകത്തിരിക്കുക. മായ നമ്മളെ ഇതിനകത്ത് നിർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവചത്തിനകത്ത് നിർത്തി വെച്ചിരിക്കുക മായ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെല്ലാം മിഥ്യയാണെന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റുമോ? നമുക്കിത് ഉൾക്കൊള്ളാൻ പാടാണ്. അനുഭവത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ മറുപടി വരുന്നുണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. അപ്പോൾ ആ മിഥ്യ എന്നുള്ളത് അറിയണം. മിഥ്യയാണ് എന്നൊരു ബോധം ഉള്ളിൽ ഉണ്ടാക്കുക. നമ്മള് ഇത് മിഥ്യയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണമെങ്കിൽ സാക്ഷാൽ ബ്രഹ്മവുമായിട്ട് വ്യവഹാരം ഉണ്ടാകണം, പരബ്രഹ്മവുമായിട്ട് വ്യവഹാരം ഉണ്ടാകണം. ഞാൻ ആരെ എന്ന് സ്വയം ഒരു സെക്കൻഡെങ്കിലും അറിയാൻ സാധിച്ച ശേഷമേ അപ്പോഴേ ഇത് മിഥ്യയാണെന്നോ അപ്പൊ പറഞ്ഞു തരണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ തനിയെ ഇത് മിഥ്യയാണെന്ന് മനസ്സിലാവും. അതിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഞാൻ ആരെന്ന് അറിയാൻ. ഞാൻ ആരെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം മിഥ്യയാണ് എന്ന് മനസ്സിലാകും. കാരണം ഇപ്പൊ നമുക്കിത് പറ്റില്ല. നമ്മളിപ്പോ ആരുമായിട്ട് ബന്ധപ്പെടുന്നേ? ഞാൻ ആത്മാ എന്നുള്ള ആ പരമസത്യവുമായിട്ടാണോ ബന്ധപ്പെടുന്നേ? അല്ല, നമ്മള് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മിഥ്യയായ ലോകവുമായിട്ടാണ്. അപ്പൊ പിന്നെ അത് മിഥ്യയാണെന്ന് നമുക്ക് തോന്നില്ല. നമ്മളെപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകവുമായിട്ട്, അതും ഞാൻ ശരീരം എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് മിഥ്യയാണെന്ന് തോന്നുക? ഇപ്പൊ മിഥ്യയാണെന്ന് തോന്നാൻ പറ്റത്തില്ല. കാരണം അനുഭവം നമുക്ക് വന്നിട്ടില്ല. ആത്മാനുഭവം വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ മാറ്റണം എന്നാണ് അപരോക്ഷ അനുഭൂതിയിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തടസ്സമാണ് പറഞ്ഞത് ദേഹം എന്നുള്ളത്.
ഇതാണ് ഏറ്റവും വലിയ തടസ്സം. അപ്പോ ഈ ദേഹമല്ല 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 എന്ന് പറയുന്നു. പിന്നെ അതേസമയം പരമാത്മാവിന്റെ കുറേ വിശേഷണങ്ങളും പറയുന്നു. നിത്യമാണ്, ശുദ്ധമാണ്, എന്നുമുള്ളതാണ്, ആനന്ദമാണ്, ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ പരമാത്മാവിനെ കുറിച്ച്. ശരീരത്തെക്കുറിച്ച് അതല്ല 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് സങ്കടം തരുന്നത് ആരാണ്? ലോകമാണ് സങ്കടം തരുന്നത്. നമുക്ക് സങ്കടം തരുന്നത് ലോകമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ വരിയിലുള്ള ദേഹം അസത് എന്നതിനെ ശങ്കരാചാര്യര് വീണ്ടും വീണ്ടും വരുന്ന ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം സങ്കടം തരുന്നത് ലോകമായതുകൊണ്ട്, അസത്തായതുകൊണ്ട് ഈ ദേഹം അസത്ത് എന്നതിനെ ശങ്കരാചാര്യർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ശ്ലോകം 25. നിർവികാരോ നിരാകാരോ നിരവധ്യോഹമവ്യയഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. നിർവികാരോ നിരാകാരോ നിരവധ്യോഹമവ്യയഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. ഈ ആചാര്യസ്വാമികളുടെ അപരോക്ഷ അനുഭൂതി എന്ന ഗ്രന്ഥത്തിന് വിദ്യാരണ്യർ എന്ന മഹാനുഭാവൻ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വിദ്യാരണ്യരുടെ കാര്യം ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അദ്ദേഹം ഈ ശ്ലോകത്തെ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ അനുഭവത്തെ നാം നോക്കുന്നു. നമ്മുടെ അനുഭവത്തെ നാം നോക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുഭവമാണ് നമ്മൾ സ്വീകരിക്കുക, അല്ലെ? ഏത് കാര്യത്തിലും എന്തെല്ലാം മറ്റുള്ളവർ പറഞ്ഞാലും നമ്മുടെ അനുഭവത്തെയാണ് നമ്മൾ സ്വീകരിക്കുക. സംശയമില്ലാത്ത കാര്യം. ഏത് കാര്യമെടുത്താലും അങ്ങനെയാണ്. അനുഭവത്തെ അങ്ങനെ ഡിസ്മിസ് ചെയ്ത് കളയാൻ എളുപ്പമൊന്നുമല്ല. അനുഭവത്തെ അങ്ങനെ ഡിസ്മിസ് ചെയ്ത് കളയാൻ പറ്റുമോ? താങ്കൾ പറയണതാ ശരി കേട്ടോ, എൻ്റെ അനുഭവം തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? പറയില്ല. അനുഭവത്തെയാണ് നമ്മൾ ശരി 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 എന്ന് പറയുക. വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും അനുഭവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. അനുഭവമാണ് നയിക്കുന്നത്. അവനവന്റെ അനുഭവം. എൻ്റെ അനുഭവം വേറൊരാൾക്ക് അനുഭവം സെയിം അനുഭവം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ അവനവന്റെ അനുഭവമാണ് അവനവനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തെ ഡിസ്മിസ് ചെയ്ത് കളയാൻ എളുപ്പമല്ല. ആ അനുഭവത്തെ ഈ അനുഭവമൊക്കെ മിഥ്യയാണെന്നേ, അത് നീക്കൂ എന്ന്, ഇത് ലോകം മിഥ്യയാണ്, അനുഭവം മിഥ്യയാണ്, നീക്കൂ നീക്കൂ എന്ന് പറഞ്ഞാൽ നീക്കാൻ പറ്റില്ല. എങ്ങനെയാ പറ്റുക? അനുഭവത്തെ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, എളുപ്പമല്ല. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അച്ഛനമ്മമാര് കുട്ടികളോട് പറയും, ചില കൂട്ടുകാരോട് നീ അവരുടെ കൂടെ ചേരണ്ടാട്ടോ എന്ന് പറയും. ആ കൂട്ടുകാരൻ്റെ അടുത്ത് നീ കൂടണ്ടാട്ടോ എന്ന് പറയും. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്. ചില കുട്ടികളെ അച്ഛനമ്മമാർക്ക് അറിയാം അവരത്ര നല്ല സ്വഭാവമുള്ളവരല്ല, നമ്മുടെ കുഞ്ഞവരുടെ കൂടെ കൂടിയാൽ അത് മോശം സ്വഭാവത്തിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും കുട്ടികളോട്? ആ കൂട്ടുകാരുടെ കൂടെ കൂടണ്ടാട്ടാ എന്ന് പറയും, നല്ലതല്ല എന്ന് പറയും. പക്ഷേ ഈ നമ്മുടെ കുഞ്ഞിന് ആ കൂട്ടുകാരിൽ നിന്ന് സന്തോഷമാണ് കിട്ടുന്നത് എങ്കിൽ ഈ കുട്ടി എന്ത് പറയും? ഈ കുട്ടി പറയും, അങ്ങനെയൊന്നും അല്ലെന്ന് പറയും. നല്ല കൂട്ടുകാരാണ്, അവരെനിക്ക് എന്നോട് നല്ലതേ ചെയ്തിട്ടുള്ളൂ, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് അവരിൽ നിന്ന് സന്തോഷമാണ് കിട്ടുന്നത് എന്ന് പറയും. അപ്പൊ അവിടെ അനുഭവം എന്താണ്? കുട്ടിയുടെ അനുഭവം, കുഞ്ഞിന്റെ അനുഭവം അവരിൽ നിന്ന് നന്മയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവർ നല്ല കൂട്ടുകാരല്ല, നല്ല കുട്ടികളല്ല, മോശം സ്വഭാവക്കാരാണെന്ന് ആർക്കറിയാം? അച്ഛനമ്മമാർക്കറിയാം, നമുക്കറിയാം, ഈ കുഞ്ഞിന്റെ അച്ഛനറിയാം. അപ്പോഴാണ് പറയുന്നത്, കുട്ടി പറയുന്നേ അങ്ങനെയല്ല എന്ന്. അപ്പൊ ഇവിടെ അഡ്വൈസ് വേറെ, അനുഭവം വേറെ. അച്ഛനമ്മമാര് കുഞ്ഞിന് കൊടുക്കുന്ന ഉപദേശം ഒന്ന്, കുട്ടിക്കുണ്ടായ അനുഭവം വേറൊന്ന്.
അപ്പൊ ശാസ്ത്രം പറയുന്നത് വേറെയാണ്, അനുഭവം ഒന്ന്, ശാസ്ത്രം പറയുന്നത് വേറെ അല്ലേ? ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അച്ഛനമ്മമാരെ പോലെ ശാസ്ത്രം പറയുന്നു, കുട്ടിയുടെ അനുഭവം പോലെ നമ്മൾ പറയുന്നു അനുഭവം നല്ലതാണ്, അനുഭവം അനുഭവം എന്ന് നമ്മൾ പറയുന്നു. ആ കുട്ടിയുടെ അനുഭവം ആണ് ശരിയെന്ന് കുട്ടി വിശ്വസിക്കുന്നു. അച്ഛനമ്മമാര് പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. പക്ഷെ അച്ഛനമ്മമാര് പറയുന്നതാണ് ശരി. അവർ മോശം കൂട്ടുകാരാണ്. അപ്പൊ നമ്മുടെ അനുഭവം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ അനുഭവവും മാറിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞിന് എപ്പോഴാണോ അവരിൽ നിന്ന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഉടനെ അനുഭവം മാറും. ചീത്ത കെട്ടു അനുഭവം ഉണ്ടാവും. പിന്നെ വീട്ടിൽ വന്ന് പറയും, അയ്യോ അന്ന് അച്ഛനമ്മ പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ ആദ്യം അവരെ വിശ്വസിച്ചു, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ അനുഭവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് ഒരു വികാരത്തോടു കൂടിയുള്ളതാണ്. മനസ്സ് വികാരത്തോട് കൂടി, അതായത് മാറ്റം സംഭവിക്കുന്നുണ്ട്. മനസ്സിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉടലിനും വികാരമുണ്ട്, അതായത് മാറ്റമുണ്ട്. വികാരം എന്നുള്ളതിനെ മാറ്റം എന്നുള്ളതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉടലിനും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്കോ, ഇപ്പൊ നമ്മൾ എന്താ പറയണേ? എനിക്ക് രൂപം മാറുന്നുണ്ട്, ഞാൻ നേരത്തെ ഇരുന്ന രൂപമല്ലല്ലോ ഇപ്പോൾ. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നേ? എന്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ വയസ്സായി, ജരാനര ബാധിച്ചു, നര വന്നു, കണ്ണ് കാണാൻ മേല, കൈ കാണാൻ മേല, അപ്പൊ എനിക്ക് മാറ്റമുണ്ട്, എനിക്ക് മാറ്റമുണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നേ. ആ വിശ്വാസം എങ്ങനെ മാറ്റാൻ പറ്റുക? ഞാൻ ഫോംലെസ് ആണോ? ഫോമില്ലേ എനിക്ക്? നിരാകാരനാണോ? ഇല്ലേ? ഭഗവാന്റെ കാര്യത്തിൽ പറയുമ്പോ രൂപമുള്ള ഭഗവാൻ, രൂപമില്ലാത്ത ഭഗവാൻ, എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എന്നൊക്കെ പറയുന്ന പോലെ, ഞാനിപ്പോ രൂപമുള്ള ആളാണോ ഇല്ലാത്ത ആളാണോ? രൂപമുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ മിഥ്യയാവുന്നേ? എനിക്ക് ശരീരത്തിന് വേദനയുണ്ട്, എൻ്റെ മനസ്സിന് സങ്കടമുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ ശാന്തസ്വരൂപനാകുന്നേ? എനിക്കിങ്ങനെ എല്ലാം, ഞാൻ നോക്കുമ്പോ എല്ലാം ശരീരം മാറുന്നു, ചിന്ത മാറുന്നു, എല്ലാം മാറ്റത്തിന് അതിന് ഇതാണ്. ശരീരം വളരുന്നു, ഞാൻ ശരീരമാണെന്നാണല്ലോ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എന്നെ ശാന്തസ്വരൂപൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അതിന് മറുപടി പറയുന്നത് ഈ ശ്ലോകത്തിൽ, ഇങ്ങനെയുള്ള നമ്മുടെ, നാം ഈ ശരീരമാണ് എന്നുള്ള വിചാരം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഞാൻ എങ്ങനെ ശാന്തസ്വരൂപനാവും എന്നൊക്കെ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഈ നിർവികാരോ നിരാകാരോ നിരവധ്യോഹം അവ്യേഹ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈഹി എന്നുള്ള ശ്ലോകം കൊണ്ട് പറയുന്നത്. അഹം നിർവികാരക, അഹം എന്ന് ചേർത്തോളുക. അഹം നിർവികാരഹ, ഞാൻ മാറ്റമില്ലാത്തവനാണ് എന്ന് ഉറയ്ക്കണം. ഞാൻ മാറ്റമില്ലാത്തവനാണ് എന്ന് ഉറയ്ക്കണം. എനിക്കൊരു മാറ്റവുമില്ല, ഈ മാറ്റങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാവണം. ഞാൻ കുഞ്ഞായിരുന്നു, ഞാൻ യൗവനത്തിൽ പ്രവേശിച്ചിരുന്നു, ഞാൻ കോളേജിൽ പോയിരുന്നു, ഞാൻ ഉദ്യോഗം നോക്കിയിരുന്നു, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ വിവാഹിതനായിരുന്നു, എനിക്ക് കുട്ടികളുണ്ടായി, ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ്. ഞാൻ മാറിയിട്ടില്ല. ശരീരമാണ് മാറിയത്, സാഹചര്യങ്ങളാണ് മാറിയത്, പുറത്തുള്ളതെല്ലാമാണ് മാറിയത്. ഞാൻ 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 എനിക്ക് മാറ്റമില്ല. നിരാകാരഹ അഹം, ഞാൻ ആകാരമില്ലാത്തവനാകയാൽ. രണ്ടാമത്തത്. ആദ്യത്തത് നിർവികാരഹ, മാറ്റമില്ലാത്തവനാണ് ഞാൻ. രണ്ടാമത്തത് നിരാകാരഹ അഹം, ഞാൻ ആകാരമില്ലാത്തവനാണ്. അതെങ്ങനെയാ പറയാൻ പറ്റണേ? ഫോംലെസ് ആണെന്ന് എങ്ങനെയാ പറയാൻ പറ്റണേ? ആദ്യം ഉണ്ടായിരുന്ന ഫോം അറിയില്ല. ജനിച്ച ഉടനെ തൊട്ട് അപ്പത്തൊട്ടേ എന്താണ് ഈ ശരീരമാണെന്നൊരു തോന്നൽ വന്നു. അപ്പൊ ഈ ഫോം എന്തിനാ വന്നേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരമെന്ന്. ആക്ച്വലി ഫോം എവിടെയാണ്? ഫോം സ്ഥൂല ശരീരമാണ്. ശരിക്കും ഞാൻ ഫോംലെസ് ആണ്. എനിക്കൊരു ഫോം കിട്ടി, എനിക്കൊരു രൂപം കിട്ടി. ആ രൂപം ഞാനിങ്ങനെ വളർന്ന് 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 ഇപ്പൊ ഉള്ളൊരു രൂപമായി. അപ്പൊ ഈ രൂപം കിട്ടിയത് എന്തിനാണ്? എൻ്റെ സ്ഥൂല ശരീരത്തിനാണ്. അപ്പൊ ഫോമിനാണ് മാറ്റം സംഭവിക്കുന്നത്, എൻ്റെ ഈ രൂപത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്.
ഞാൻ ഈ രൂപത്തിലെ മാറ്റങ്ങളെ കാണുന്ന ആളാണ്. ഞാൻ ഈ രൂപത്തിലെ മാറ്റങ്ങളെ കണ്ടറിയുന്ന ആളാണ്. ഈ രൂപത്തിനാണ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരധർമ്മമാണ് മാറ്റം. ശരീരത്തിന്റെ ഒരു ധർമ്മമാണ് മാറുക, 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 മാറുക. അവസാനം നശിച്ച് ഒന്നിനും കൊള്ളില്ലാണ്ടാവും. ഈ ശരീരത്തിന്റെ രൂപം എൻ്റെ രൂപമല്ല എന്ന് ഉറപ്പിക്കണം. ഈ ശരീരത്തിന്റെ രൂപം എൻ്റെ രൂപമല്ല. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, ഞാൻ മധ്യവയസ്കനായിരുന്നപ്പോൾ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഞാൻ ഇപ്പോൾ വയസ്സായപ്പോൾ, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളുന്നില്ല. ഈ ശരീരം പോകും, ഞാൻ അപ്പോഴും ഉണ്ടാകും. അത് കഴിയുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റണമെന്ന് ചോദിച്ചാൽ ശാസ്ത്രമാണ് അതിനാധാരം. പ്രമാണം ശാസ്ത്രം. ശരീരത്തിന്റെ ധർമ്മമാണ് മാറ്റം. മാറ്റം വന്നുകൊണ്ടേയിരിക്കും ശരീരത്തിന്. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ രൂപം യഥാർത്ഥമായ എൻ്റെ രൂപമല്ല. ഞാൻ രൂപമില്ലാത്ത ശക്തിയാണ്. ഞാൻ രൂപമില്ലാത്തവനാണ്. നിരാകാരഃ അഹം. നിരാകാരനായിരിക്കുന്നതിനാൽ എന്താണ്? നിരവധ്യഃ. ഞാൻ നിരാകാരനാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നിരവധ്യഃ. നിരവധ്യഃ എന്ന് പറഞ്ഞാൽ, അവദ്യം എന്ന് പറഞ്ഞാൽ വേദനയാണ്, അല്ലെങ്കിൽ അശുദ്ധം, നീക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയാം, അവദ്യം. അപ്പോ അനവദ്യം എന്ന്, നിരവധ്യഃ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള പീഡയും അനുഭവിക്കാത്ത ആൾ. എനിക്ക് ഒരു തരത്തിലുള്ള വേദനകളോ പീഡകളോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഇല്ല എനിക്ക്. അപ്പോ ഞാൻ നിരവധ്യഃ ആണ്. ഞാൻ ഈ ശരീരമല്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് വേദന വരുന്നേ? ശരീരത്തിന്റെ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. അത് ഞാൻ ശരീരമല്ല എന്നറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരു വിധത്തിലുള്ള പീഡയും എനിക്കില്ല. ഞാൻ എന്നെ ഒതുക്കി വെച്ചിരിക്കാൻ അങ്ങനെ പറ്റൂല. ഞാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അരൂപിയാണ്. രൂപം എനിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു രൂപം വന്നിരിക്കുന്നു, ഇത് വളരുന്നു, കുറച്ചും ഇത് പോവും. ഇത് ശാശ്വതമല്ല. അതുകൊണ്ട് ഞാൻ ഇതല്ല. അടുത്തത് അവ്യയഃ. അപ്പോ നിർവികാരഃ, നിരാകാരഃ, നിരവധ്യഃ, അവ്യയഃ. എന്താണ് അവ്യയഃ? അവ്യയം എന്ന് പറഞ്ഞാൽ അപക്ഷയരഹിതഃ എന്ന് പറയും. അപക്ഷയരഹിതഃ, അപക്ഷയരഹിതഃ. അതായത് തേയ്മാനമില്ല. എനിക്ക് തേയ്മാനമില്ല. രസമാണിത് കേൾക്കുമ്പോൾ. മെഷീനറികൾക്കൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ട്. കുറെ കാലം കഴിയുമ്പോൾ തേഞ്ഞ് ഇല്ലാണ്ടാവും, പ്രവർത്തനരഹിതമാവും. എന്തിനാ മെഷീനറി പോണേ? നമ്മുടെ കാര്യം തന്നെ നോക്കാമല്ലോ. ഇപ്പോഴത്തെ വലിയൊരു സംഭവം അല്ലേ മുട്ടിന് തേയ്മാനം, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോ മുട്ടിന് തേയ്മാനം. ഇപ്പൊ നമ്മൾ തന്നെ കുറെ പേര് ഇതൊക്കെ അത് അനുഭവിക്കുന്നവരായിരിക്കും. മുട്ടിന് തേയ്മാനം. ഇപ്പൊ മുട്ട് മാറ്റിവെക്കൽ വലിയൊരു പരിപാടിയാണ്. മുട്ട് മാറ്റിവെക്കൽ, മുട്ടിന് തേയ്മാനം. ഇവിടെ പറയുന്നു എനിക്ക് തേയ്മാനമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എന്തിനാണ് തേയ്മാനം? തേയ്മാനം ഈ ശരീരത്തിനാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അല്ലേ? വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിന്തിച്ചു വരാൻ. പക്ഷെ ചിന്തിച്ചാലേ അപരോക്ഷ അനുഭൂതി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് തൊട്ടേ ചിന്തിച്ച് വരണം. ഓരോ ശ്ലോകവും ആചാര്യസ്വാമി പറഞ്ഞു തരുമ്പോൾ അതിനെ ഉള്ളിലെടുത്ത് അതിങ്ങനെ അയവർക്കി വീണ്ടും ചിന്തിച്ച് പ്രാക്ടിക്കലി അത് നമ്മളിൽ ഉറപ്പിച്ച് വീണ്ടും ചിന്തിച്ച്, നേരത്തെ പറഞ്ഞു വിചാരം ചെയ്യാതെ കൊണ്ട് ജ്ഞാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വിചാരം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പിക്കണം. ശരീരമല്ല എന്ന് ഉറപ്പിക്കണം. അപ്പൊ പറയും തേയ്മാനം, മുട്ടിന് തേയ്മാനം ഉണ്ടാവുന്നേ. അതിപ്പോ വരും പോവും. മുട്ടിന് നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ മുട്ടിന് തേയ്മാനം ഉണ്ട്, അത് പോവും. കുറച്ച് കഴിയുമ്പോൾ ശരീരവും പോവും. ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞു വരണം. പുറത്ത് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പുറത്ത് പറഞ്ഞ് നടന്ന് വീണ്ടും ആശുപത്രി കൊണ്ടാക്കും. അപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ വേദന അനുഭവിച്ചിരിക്കേണ്ടി വരും. അത് വേറെ ഇല്ലേ? പുറത്തെ എനിക്ക് തേയ്മാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി, അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. ആശുപത്രിയിലും കൊണ്ടുപോകില്ല, ഒന്നും കൊണ്ടുപോകില്ല. അത് വ്യവഹാരത്തിലല്ല ഇതൊന്നും വേണ്ടത്. ഇത് വേണ്ടത് ഉള്ളിന്റെ ഉള്ളില് അറിയുകയാണ് വേണ്ടത്. വ്യവഹാരത്തിൽ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. കാരണം ഈ ശരീരം തന്നിട്ടുണ്ടല്ലോ ഇവിടെ.
ശരീരം തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അറിയാത്ത അവസ്ഥയാവണ്ടേ. ആയ ശേഷം ഓക്കെ, ഒന്നും സംഭവിക്കില്ല, ഒരു വേദനയും വരില്ല, ഒന്നും അറിയില്ല. അതാകണ്ടേ. ആകുന്നവരെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. വേദന എടുക്കണോ എന്ന് പറഞ്ഞിരുന്ന ആത്മവിചാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോ വേദനയ്ക്ക് തൽക്കാലം വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആത്മവിചാരം പഠിക്കാനായിട്ട് പുസ്തകങ്ങൾ പഠിക്കാനും പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ തയ്യാറാവണം. വ്യവഹാരത്തില് ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം. എനിക്ക് തേയ്മാനമില്ല എന്നും പറഞ്ഞിരുന്നാൽ പറ്റില്ല. അപ്പോ എപ്പോഴാണ് വേദാന്ത ജ്ഞാനം വേണ്ടത് എന്നാൽ, എല്ലാം നന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ജ്ഞാനമൊക്കെ വേണോ? ആത്മജ്ഞാനമൊക്കെ വേണോ? വേണ്ട. നമ്മൾ തന്നെ ആലോചിക്കുക, നമുക്ക് എല്ലാ വിധത്തിലും സുഖമായിരിക്കുമ്പോൾ നമ്മൾ ആത്മജ്ഞാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ചയാണ്. എല്ലാവരും ഓരോരോ സന്ദർഭങ്ങളിൽ പ്രയാസങ്ങള് വന്നപ്പോഴാണ് ചിന്തിച്ചിരിക്കുന്നത് ഈ ആത്മീയ പാതയെക്കുറിച്ച്. സംശയമില്ലാത്ത കാര്യം. അത് ഈശ്വരന്റെ ഒരു വരദാനമാണ്. എല്ലാവർക്കും ആ വരദാനം കിട്ടില്ല. കാരണം പ്രയാസങ്ങളിൽ ആദ്യം ഈശ്വരനെ പ്രാപിക്കുന്ന, ഈശ്വരനോട് പറഞ്ഞ് ഒരു സമാധാനം കിട്ടുന്ന ഒരു ലെവൽ ആദ്യം ഉണ്ടാകും. അത് അനുഗ്രഹീതർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് അവർ ഈശ്വരനെ അല്ല സമീപിക്കുക. പ്രശ്നങ്ങളുടെ സമയത്ത് അവർ പ്രശ്നങ്ങളുടെ സമയത്ത് മനസ്സിനെ മയക്കി കിടത്തുന്ന, എന്താ പറയാ, ലിക്കറിന്റെ പുറകിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടി മനസ്സിന് സുഖം കിട്ടും എന്നുള്ളൊരു വിചാരത്തിൽ മനസ്സിനെ തളർത്തി കിടക്കുന്ന രീതിയിലോ ഒക്കെ അവർ പോവും. അവർ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ ചിലരും അങ്ങനെ പലരും പറയാറുണ്ട്, നല്ല കുടിയന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല മനുഷ്യനാണ്, പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾ എന്തിനെങ്ങനെ കുടിക്കണം എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല, ഒരു ലേശം കുടിച്ചില്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഇത്തിരി പ്രശ്നങ്ങളാണ്. എപ്പോഴും തന്നെ എല്ലാ കുടിയന്മാരും പറയുന്നതാണ് പ്രശ്നങ്ങൾ കൊണ്ടാണ് കുടിക്കണേന്നുള്ളത്. ഇപ്പൊ ലഹരിയുടെ കാര്യം അത് തന്നെയാണ്. ഇത് ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടേ ലഹരി ഉപയോഗിക്കുന്നത്. ഒന്നും അറിയാതിരിക്കുക, അതാണ് ലക്ഷ്യം. അപ്പോ അങ്ങനെയൊന്നും പോകാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനൊരു പരിഹാരം തരുന്ന ഒരു ശക്തി ഉണ്ട് ലോകത്തില്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തി എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം തരും. ആ ശക്തിയുടെ പേരാണ് ദൈവം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ആദ്യത്തെ നല്ല സ്റ്റെപ്പ് തന്നെയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഈശ്വരൻ എന്ന് പറയുന്ന, ആ ദൈവം എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ സൃഷ്ടി നടത്തിയപ്പോൾ, ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കണം, ജീവന്മാർ എന്നുള്ളവർ എങ്ങനെ ജീവിക്കണം ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് വേദം, അതാണ് വേദാന്തം. വേദവും വേദത്തിന്റെ അവസാനം വേദാന്തവും. അപ്പോ അതിലേക്ക് കടക്കണം. അടുത്ത സ്റ്റെപ്പ്, ഈശ്വരനോട് ചെന്നു സങ്കടം പറഞ്ഞു, ഈശ്വരനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ സങ്കല്പിക്കുന്ന ഏത് സന്നിധാനത്തിലാണെങ്കിലും പോയി നമ്മൾ പറഞ്ഞു, നമുക്ക് ഒരു സമാധാനം കിട്ടി. പറഞ്ഞു എന്നൊരു സമാധാനവും അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന സമാധാനവും നമുക്ക് വന്നു. അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാത്തത്, അല്ലേ? ഇപ്പോ അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ജനങ്ങളാണ് വരുന്നത്, എന്തുമാത്രം ജനങ്ങളാണ് എല്ലാ അമ്പലങ്ങളിലും വരുന്നത്. പക്ഷെ അവിടം കൊണ്ട് തീരുകയാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ പ്രയാസങ്ങളെ ഭഗവാനോട് പറയുന്നു, ഭഗവാൻ ഒരു പരിഹാരം തരും എന്ന് പറയുന്നു, അവിടം കൊണ്ട് തീർന്നു. ആ പരിഹാരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ പരിഹാരം വരും. ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ അമ്പലത്തിൽ പോയി വന്നിരിക്കും. ഈ അമ്പലത്തിൽ പോകും, മറ്റേ അമ്പലത്തിൽ പോകും, അവിടെ നിന്ന് വേറെ ശക്തി കൂടെ അമ്പലത്തിൽ ഒരാൾ പറയും അവിടെ ശക്തി കൂടുതലാണ്, വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോ പലതും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലത് പറയാം അമ്പലത്തിൽ പോയാൽ മാത്രം പറയാം വീട്ടിലൊരു പൂജ കഴിക്കണം, ഇവിടെ ലക്ഷണം ശരിയല്ല, അപ്പോൾ വീട്ടിൽ പൂജ കഴിക്കാൻ തുടങ്ങും. വീട്ടിൽ പൂജ കഴിക്കുമ്പോൾ പറയാം അത് മാത്രം പോരാ, ഒരു ദിവസം പോരാ, അത് എല്ലാ മാസവും ചെയ്യണം എന്ന് പറയാം. അപ്പൊ അങ്ങനെയാവും. ഇങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. നമ്മൾ ഇതിലിങ്ങനെ തുഴഞ്ഞ് സംസാര സാഗരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നവരാണ് നമ്മൾ കുറച്ചു പേര് തീർച്ചയായിട്ടും വന്നവരാണ്. ആരാണ്? വേദം എന്ന് പറഞ്ഞ ഭഗവാന്റെ വാക്ക് കേട്ടവർ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവൾ. അപ്പൊ പറഞ്ഞു അവിടെ വേദത്തിൽ പൂജകളും കാര്യങ്ങളും മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ പറഞ്ഞു. ശരി, അതും മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് പോയപ്പോൾ പിന്നെയും കൂടുതൽ അതിലേക്ക് പോയപ്പോൾ, അങ്ങനെ പോയപ്പോൾ കുറച്ചുകൂടെ
ഈശ്വരന്റെ അനുഗ്രഹം കൂടുതലുണ്ടായ കാരണം ധർമ്മപരമായിട്ടാണ് അപ്പോൾ ജീവിച്ചത്. അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം അവിടെയാണ്. ഇപ്പോ അമ്പലത്തിൽ പോകുന്നവര് എന്തുകൊണ്ട് അവർക്ക് ആ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ധർമ്മപരമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഉറപ്പില്ല. അമ്പലത്തിൽ വരുന്നവർ മുഴുവൻ ധർമ്മപരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഏറ്റുമാനൂർ ഉത്സവം, കുമാരനല്ലൂർ ഉത്സവം, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അവര് ധർമ്മപരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ധർമ്മപരമായിട്ട് ജീവിക്കുന്നില്ല. കാരണം ഭഗവാൻ പറഞ്ഞ വേദമോ എന്തെങ്കിലും അങ്ങനെയുള്ള വേദവാണികളോ അല്ലെങ്കിൽ പുരാണങ്ങളോ ഒക്കെ വായിച്ച് അതിൽ പറയുന്ന കഴമ്പായിട്ടുള്ള കാര്യം ധർമ്മം അനുസരിക്കുക, ധർമ്മം അനുഷ്ഠിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതാരും പാലിക്കുന്നില്ല. അമ്പലത്തിൽ കൊണ്ടുപോയി വഴിപാട് കഴിക്കുക, കൊടിമരം സ്വർണം പൂശുക, എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കൂട്ടർ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോവുക. അത് പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പിന്നെ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്ത കാരണം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വരും. അന്നേരം നമുക്ക് നോക്കാം. അമ്പലത്തിലെ മുതലെടുക്കുന്നതിന്റെ പ്രശ്നമൊക്കെ പിന്നെ നോക്കാം. ഏതായാലും ഇപ്പോ മാറ്റം സംഭവിക്കുന്നില്ല, പരിവർത്തനം ഉണ്ടാകുന്നില്ല. ഭഗവാൻ ബാബ വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് വന്നു. എല്ലാ മനുഷ്യന്റെ മനസ്സിലും പരിവർത്തനം ഉണ്ടാക്കാനായിട്ടാണ് ഭഗവാൻ വന്നത്. ഭഗവാൻ പറഞ്ഞു, ഇവിടെ മറ്റുള്ള അവതാരങ്ങൾ വന്ന പോലെ കുറെ ദുഷ്ടന്മാരെ കൊന്നൊടുക്കിയത് കൊണ്ടൊന്നും ഇവിടെ ഒരു സമാധാനവും വരാൻ പോകുന്നില്ല. കാരണം കൊന്നൊടുക്കിയാൽ മനുഷ്യകുലം മുഴുവൻ നശിക്കും. കാരണം ആരും 100% നല്ലവരല്ല. അപ്പൊ എന്താണ് ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം നിലനിൽക്കണമല്ലേ, ഭഗവാന്റെ സൃഷ്ടിയല്ലേ, ഭഗവാൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ ഭഗവാന്റെ ഒരു പ്ലേ ആണല്ലോ, ഒരു കളിയാണല്ലോ, ഭഗവാന്റെ ഒരു കളിയാണ്. അപ്പോ ഭഗവാൻ അതിനെന്ത് ചെയ്തു? എല്ലാവരിലും ദുഷ്ടന്മാരിൽ പോലും പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ കേട്ടാൽ, ആ പാത പിന്തുടർന്നാൽ, ഭഗവാൻ ബാബയുടെ പാത പിന്തുടർന്നാൽ, ഭഗവാന്റെ പുറകെ പോയാൽ നമ്മളിൽ പരിവർത്തനം ഉണ്ടാകും. ആ പരിവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ, ആർക്കും വേദന ഉണ്ടാവില്ല. അപ്പോ അവിടെ നമുക്കൊരു അപ്ലിഫ്റ്റിംഗ് വരികയാണ്, നമ്മൾ നേരെ ഉയർത്തപ്പെടുകയാണ്. അടുത്ത ലെവലിലേക്ക് നമ്മൾ ഈ വേദാന്തം പഠിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. വേദാന്തം പഠിക്കുന്ന ലെവലിലേക്ക് ഉയരുന്ന എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അമ്പലത്തിൽ പോയിക്കൊണ്ട് സാധാരണ സങ്കടമൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി വേദാന്തത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമൊക്കെ പതുക്കെ ഉള്ളിൽ വരുന്നത്. ഈ ശക്തി എന്താണ്? പുറത്തി പ്രവർത്തിക്കുന്ന ശക്തി എന്താണ്? പല രൂപങ്ങളിൽ നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണോ? ഇത് വേദത്തിൽ ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. പിന്നെ അഗ്നി, വായു, ജലം, ഇങ്ങനെ പലതും പല പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്നു. അങ്ങനെ വായിച്ചു വരുമ്പോൾ പറയും, ഒരേ ഒരു ശക്തിയെ ഉണ്ടായിരുന്നുള്ളൂ, ആ ശക്തി ഞാൻ പലതാകട്ടെ എന്ന് ആഗ്രഹിച്ചു, അങ്ങനെയാണ് ഈ ലോകമെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞു തരും. ഓരോ ഉപനിഷത്തുകളിലും സൃഷ്ടിയെ പല വിധത്തിൽ പറയും. അപ്പൊ ചോദിക്കുക, അതെന്താ പല വിധത്തിൽ പല ഉപനിഷത്ത് പറയണേ എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള മറുപടിയാണ്, പല ആൾക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ പല രീതിയിൽ പറഞ്ഞാലേ പറ്റുള്ളൂ. ഒരേ രീതിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവില്ല, ബഹുജനം പലവിധം. അപ്പോ പലർക്കും മനസ്സിലാകാൻ പലതരത്തിൽ വന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? പലതും വായിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും ഉള്ള ഒരു സത്തിനെ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ വന്നാലും ഇതൊന്നു തന്നെ എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. ഏതിൽ കൂടി നോക്കിയാലും ഒരേ ഒരു ശക്തിയേ ഉള്ളൂ എന്നൊരു ഉറപ്പിലേക്ക് വന്നുപെടും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പറയുന്നത് ജീവബ്രഹ്മ ഐക്യത്തെ പറയുന്നത്. കുറെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ പറയുന്നു ജീവബ്രഹ്മ ഐക്യം, ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു. ആ ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ജീവൻ ശരീരവുമായിട്ട് ഒട്ടി നിൽക്കുകയാണ്. ഒരു തരത്തിലും മുറിച്ച് മാറ്റി വേർപെടുത്താൻ പറ്റുന്നില്ല. ഞാൻ എന്നുള്ളത് ശരീരമായിട്ട് നിൽക്കുന്നു. അവിടെയാണ് ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ നമ്മളെ ലിഫ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശ്ലോകങ്ങളിൽ പറയുന്ന ഓരോ വാക്കിനെയും നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഞാൻ ആരാണെന്ന് ഉറപ്പിക്കണം. അപ്പോ അങ്ങനെ വരുന്നു കഴിയുമ്പോഴാണ് ഈ ശരീരത്തിന്റെ വേദനകളൊന്നും നമ്മൾ അറിയാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമ്മളിൽ തന്നെ ഉയർത്ത് എഴുന്നേൽക്കുക. അപ്പൊ വേദാന്തം പഠിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ ഇങ്ങനെ പതുക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നാലേ വേദാന്തം പഠിക്കാൻ പറ്റൂ. പിന്നെ അതിലേറ്റവും വലിയൊരു കാര്യം ശരണാഗതി.
എന്ത് പ്രശ്നം വന്നാലും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. ഞാൻ ഭഗവാനിൽ നിന്ന് മാറിപ്പോകില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ മാറ്റിത്തരും. എൻ്റെ സ്വന്തം ബുദ്ധി അല്ല ഇവിടെ വിജയിക്കുന്നത്. ഈശ്വരന്റെ നിശ്ചയം എന്തോ, എൻ്റെ കർമ്മഗതി എന്തോ. അപ്പൊ ലോ ഓഫ് കർമ്മ പഠിക്കും. ലോ ഓഫ് കർമ്മ പഠിക്കുമ്പോൾ തന്നെ സകല തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറും. കർമ്മ നിയമം പഠിച്ചാൽ പോയി, പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി. ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആദ്യത്തെ തിരിച്ചറിവാ. എൻ്റെ ഇന്നത്തെ ഏതവസ്ഥയാണോ ആ അവസ്ഥയ്ക്കെല്ലാം കാരണം ഞാൻ തന്നെ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റാരും ഇതിന് മറുപടി പറയേണ്ടവരല്ല എന്ന ഒരു ബോധം വരുമ്പോ തന്നെ ഒരു 75% നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ മാറും. വീട്ടിലും എല്ലാവർക്കും സമാധാനം കിട്ടും, ഓഫീസിലും സമാധാനം കിട്ടും, ചുറ്റിലുമുള്ള എല്ലാവർക്കും സമാധാനം കിട്ടും. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറയുക. വീട്ടിലെ കാര്യങ്ങളെ കൂടെ വീട്ടിലുള്ളവരെ കുറ്റം പറയും, ഓഫീസിലെ കാര്യങ്ങളെ കൂടെ മറ്റുള്ള കുറ്റവരെ പറയും, എവിടെ ചെന്നാലും മറ്റുള്ളവരെ പറയും. അപ്പൊ എങ്ങനെയാ സമാധാനം ഉണ്ടാവുന്നത്? അപ്പൊ അവർക്കും സമാധാനമില്ല, നമുക്കും സമാധാനമില്ല. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ലോ ഓഫ് കർമ്മ, ശരണാഗതി, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ആത്മീയമായിട്ട് നമ്മൾ പഠിച്ചു വന്നപ്പോ. അതിന്റെ കൂട്ടത്തില് നേരത്തെ പറഞ്ഞ സാധനകള്, വൈരാഗ്യം വരണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് 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 വന്നാൽ മാത്രമേ ഞാൻ ദേഹമല്ല എന്നുള്ളൊരു ഉറപ്പിലേക്ക് വരുള്ളൂ. ആ ദേഹമല്ലാതെ ഉള്ള ആ അവസ്ഥയെ അനുഭവിക്കാനുള്ള അർഹതയെങ്കിലും കിട്ടുള്ളൂ. ഒരു അർഹത വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ആ അർഹതയ്ക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ വേദാന്തം എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ് നമ്മളെന്ന് ഓർക്കണം. സ്വയം ഇകഴ്ത്തി കാണരുത്. സ്വയം ഏറ്റവും ഹൈ ലെവലിലേക്ക് തന്നെ ചിന്തിക്കണം. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ തന്നല്ലോ. ഈ ജന്മത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാനെങ്കിലും തോന്നിയല്ലോ. ഭഗവാനെ അങ്ങടെ എത്തട്ടെ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകട്ടെ, ഞാൻ ഇതല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുപോവുക. അപ്പോ ആരോഗ്യമുള്ളപ്പോ വേണം ഇത് കൂടുതൽ ചെയ്യാൻ. തീർത്ഥം മേലാണ്ടാകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശരീരം പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ജന്മജന്മമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും വലിക്കും. അപ്പോ ആരോഗ്യം ഇപ്പോ പരമാവധി ആരോഗ്യം ഉള്ളപ്പോ ഞാൻ ശരീരമല്ല എന്ന് ഉറപ്പിക്കുക. അപ്പോ അനാരോഗ്യം വരുമ്പോഴും ആരോഗ്യമുള്ളപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ശ്രമിച്ചാൽ അനാരോഗ്യം വരുമ്പോഴും നമുക്ക് അങ്ങനെ അതിലേക്ക് പോകാതെ, ആ വേദന അനുഭവിക്കാതെ, അതിനെ പഴിക്കാതെ നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. ഈശ്വരൻ എന്തിന് ശരീരത്തിന് വേദന തന്നു? ചോദ്യമാണ്. ഈശ്വരൻ എന്തിനാ ശരീരത്തിന് വേദന തന്നേ? വേദന തന്നില്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തെ ഒട്ടും ശ്രദ്ധിക്കില്ല. ശരിയല്ലേ? രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. വേദന തന്നില്ലെങ്കിൽ ഈ ശരീരത്തെ ശ്രദ്ധിക്കില്ല. വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ശരീരത്തെ പല്ല് തേക്കുക, നാക്ക് പിടിക്കുക, വൃത്തിയായിട്ട് വെക്കുക, കുളിക്കുക, ചെറിയൊരു പ്രശ്നം, ചെറിയൊരു മുറി വരുമ്പോഴേക്കും വേറെ ഉടനെ മരുന്ന് വെച്ച് കെട്ടുക, എന്ത് അസുഖം വന്നാലും ഉടനെ ഡോക്ടറെ കാണുക. എല്ലാം ശരീരത്തിനൊരു വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോ ശരീരത്തിന് വേദന തന്നത് ഇതിനെ കറക്റ്റായിട്ട് വെച്ചോണ്ടിരിക്കാനാണ്. പക്ഷെ കറക്റ്റായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ കുറച്ചു പേരെങ്കിലും ചിന്തിക്കണം. എന്തിനാണ് ശരീരത്തിന് വേദന തന്ന് നമ്മൾ ഈ വേദനയെ വ്യവഹാരത്തിലൂടെ ഡോക്ടറെ അടുത്ത് പോയി മാറ്റി ഈ ശരീരത്തെ സൗഖ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രയോജനം എന്ത്? അത് വെറുതെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖം ആസ്വദിക്കാനല്ല എന്ന തിരിച്ചറിവ് നമുക്കെങ്കിലും ഉണ്ടാകണം. അപരോക്ഷ അനുഭൂതി പഠിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. ശരീരത്തെ വേദന ഭഗവാൻ തന്നിരിക്കുന്നത് ശരീരത്തെ നന്നാക്കി നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. വേദനയ്ക്കുള്ള മരുന്നുകളും കാര്യങ്ങളും കഴിക്കണം. ശരീരത്തെ നന്നാക്കി നിർത്തണം. മനസ്സിനെയും സമാധാനപ്പെടുത്തണം. ആ സമയം ആ മനസ്സിനെ എന്തിനുപയോഗിക്കണം എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഭോഗങ്ങൾക്ക് വേണ്ടിയല്ല. അതിനെ ആത്മജ്ഞാനം കിട്ടാനുള്ള കാര്യങ്ങൾ പഠിക്കാനും സാധന ചെയ്യാനും പ്രാർത്ഥിക്കാനും നാമം ചൊല്ലാനും വേദം പഠിക്കാനും വേദം ചൊല്ലാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കണം. വേദന വന്ന ശരീരത്തിൽ ശ്രദ്ധ ശരീരത്തിലായിരിക്കും. ആ സമയത്തിരുന്നുകൊണ്ട് നാമം ചൊല്ലാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ ശരീരത്തെ സൗഖ്യമാക്കുക, സൗഖ്യമായിട്ടിരിക്കുമ്പോ നാമം ചൊല്ലുക. അങ്ങനെ ചെയ്യാമേലേ? അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ കാലിന് മുട്ടിന് തേയ്മാനം, ഭയങ്കര വേദന, അമ്പലത്തിൽ പോകാൻ വയ്യ. ശരി, മുട്ടിനെ പോയി മുട്ട് മാറ്റി വെച്ചു, വേദനയൊക്കെ മാറി. അമ്പലത്തിൽ പോവാണോ ചെയ്യുന്നത്? അല്ല, ഉടനെ സിനിമയ്ക്ക് പോയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി, കുറെ സ്ഥലങ്ങൾ കാണാൻ പോയി.
അവിടെ അല്ലല്ലോ, അങ്ങനെയല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ശരീരത്തിന് സുഖം കിട്ടുമ്പോ ആവു ഭഗവാനെ എന്ന് വിളിച്ചോണ്ട്, ഭഗവാനെ ഇപ്പോഴും അവസരം തന്നല്ലോ, എന്റെ ശരീരം സുഖമായല്ലോ, ഞാൻ ദേ ഇന്ന് രാവിലെ ഒരു 3 മണിക്കൂർ ഇരുന്ന് ഭാഗവതം വായിക്കാൻ പോവുക. അങ്ങനെയാണോ ചെയ്യുന്നേ? അല്ല. അതൊക്കെ പിന്നെ വായിക്കാന്നേ. ഇപ്പൊ നമുക്ക് ആകപ്പാട് ഇപ്പൊ ഒരു പ്രശ്നമില്ല, നമുക്ക് പോയാലോ ഉടനെ ടൂറിന് പ്ലാൻ ചെയ്തു, എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു, പരിപാടികൾ നടത്തി. അപ്പോ അത് നമ്മൾ ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കും. ശരീരം സുഖമാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ സുഖമാകുന്നു, ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കും എവിടേക്ക്? ആസ്വാദനത്തിന്. അതല്ല യഥാർത്ഥ ആസ്വാദനം എന്ന് മനസ്സിലാക്കണം. അതിനാണ് പരോക്ഷാനുഭൂതി പഠിക്കുന്നത്. ഓക്കെ, അപ്പോ കോൺസെൻട്രേഷൻ ശരീരത്തിലായിരിക്കുമ്പോൾ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ആത്മാവിൽ എങ്ങനെ കോൺസെൻട്രേഷൻ ഉണ്ടാകും? ഉണ്ടാകില്ല. അപ്പോ ഈ പെയിൻ, വേദന അഹംബുദ്ധിയെ ദേഹത്തോട് ചേർക്കുന്നു എന്നതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പെയിൻ, വേദനകൾ അഹംബുദ്ധിയെ ശരീരത്തോട് ചേർക്കുന്നു. അടിവരയിട്ട് ഓർത്തോളുക. വേദനയാണ് ആത്മതത്വത്തെ മറച്ച് നമ്മളെ ഞാൻ എന്നത് ശരീരമാണ് എന്ന ബോധത്തിലേക്ക് തള്ളി തള്ളി നിറച്ച് അടുപ്പിച്ച് ചേർത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് വേദനകളാണ്. അതുപോലെ പ്ലഷറും, വേദന മാത്രമല്ല സന്തോഷവും അതുപോലെ തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന കുറെ സുഖങ്ങൾ, നാക്കിന്റെ സുഖം, നമ്മളെ എന്ത് വിചാരിക്കുന്നു? ആത്മാ എന്ന് വിചാരിക്കാനല്ല ആണോ? നല്ല നാക്കിന് ഇഷ്ടമുള്ള ഭക്ഷണം സുഖമായിട്ട് കഴിക്കുമ്പോൾ ആഹാ ആത്മാവാണ് ഞാൻ എന്നാണോ വിചാരിക്കുന്നത്? അല്ല. അപ്പൊ ഞാൻ ഈ ശരീരം തന്നെ ഇനിയും വേണം, നാക്കിന് സ്വാദുള്ളത് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. കണ്ണുകൊണ്ടൊരു കാഴ്ച കണ്ടു ഭയങ്കരമായിട്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു, സീനറികളൊക്കെ കാണുന്നതിൽ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, എല്ലാം കണ്ടു ഭയങ്കര സന്തോഷം വരുമ്പോൾ ഞാൻ ആത്മാ ഇതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ആണോ? അല്ല. ചെവി കൊണ്ട് പാട്ട് കേൾക്കുന്നു, നല്ല ഒന്നാം തരം കച്ചേരി കേൾക്കുന്നു, അല്ലെങ്കിൽ കഥകളിപ്പഴം കേൾക്കുന്നു, അല്ലെങ്കിൽ നാടൻ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുന്നു, ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. ആഹാ ഞാൻ ആത്മാ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു ആണോ? അല്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അപ്പോ പെയിൻ വരുമ്പോഴും ശരീരത്തിലോട്ടൊട്ടും, സന്തോഷം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ശരീരത്തോടൊട്ടും. ഇങ്ങനെ രണ്ടു തരത്തിൽ ഒട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഞാൻ എന്നതിനെ എങ്ങനെയാണ് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് പിരിച്ചെടുക്കുക? വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ദേഹാഭിമാനികളാണ്. പിന്നെ എല്ലാ അഭിമാനമാണല്ലോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എല്ലാ അഭിമാനമാണ്. അഭിമാനം മുഴുവൻ എവിടെയാണ്? ശരീരവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നിധിധ്യാസനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ? സുഖദുഃഖങ്ങളിൽ തൻ്റെ ശ്രദ്ധയെ ഉടലിൽ നിന്നെടുക്കലാണ് നിധിധ്യാസനം. സുഖദുഃഖങ്ങളിൽ അവനവന്റെ ശ്രദ്ധയെ ഉടലിൽ നിന്ന് വേർപെടുത്തലാണ് നിധിധ്യാസനം. മാറ്റൽ. ദേഹം സുഖം അഥവാ ദുഃഖം അനുഭവിക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ ഞാൻ 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 എന്ന ജ്ഞാനത്തിലേക്ക്, സത്താണ്, ചിത്താണ്, ആനന്ദസ്വരൂപമാണ്, നിർവികാരനാണ്, നിരാകാരനാണ്, അവ്യയനാണ്, ഇങ്ങനെ അതിലേക്ക് കൊണ്ടുവരണം സുഖദുഃഖങ്ങൾ വരുമ്പോൾ. അല്ലാതെ ശരീരത്തോട് ഒട്ടി നിൽക്കരുത്. അതിനാണ് ഈ വാക്കുകളൊക്കെ, കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ആത്മാവിനെ കുറിച്ചും പഠിച്ചു, ശരീരത്തെക്കുറിച്ചും പഠിച്ചു. അത് ഈ വാക്കുകൾ ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഈ ബോധത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ അപരോക്ഷാനുഭൂതി തുടങ്ങുമ്പോൾ പറഞ്ഞു, അപരോക്ഷാനുഭൂതിയുടെ ലക്ഷ്യം തടസ്സങ്ങളെ മാറ്റലാണ്. എന്തിന്റെ തടസ്സങ്ങളെ? ആത്മാനുഭവത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കലാണ് ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതിലെല്ലാം ഏറ്റവും വലിയ തടസ്സമാണ് ഞാൻ ശരീരം എന്ന് വിചാരിക്കുന്നത്. അത് മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ധാരാളം വാക്കുകൾ ഉപയോഗിച്ചാലേ ജന്മജന്മാന്തരങ്ങളമായിട്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ശരീരം ഞാനാണെന്നുള്ള വിചാരം മാറിക്കിട്ടുകയുള്ളൂ. ബ്രഹ്മലക്ഷണം, സച്ചിദാനന്ദം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ ബ്രഹ്മലക്ഷണം എന്ന് പറയുമ്പോൾ കുറേ വാക്കുകൾ പറയും, സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ കുറേ വാക്കുകൾ പറയും. അപ്പോൾ നമുക്ക് സംശയം തീരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം ആവശ്യമുള്ളിടത്ത് പഠിപ്പിക്കണം, അല്ലേ? നമുക്ക് സംശയമുണ്ട് എന്നുള്ളത് ശങ്കരാചാര്യ സ്വാമിക്ക് അറിയാം. അതിനാൽ നമ്മളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ.
വെറുതെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ആചാര്യസ്വാമി ഓരോ വാക്കുകളും പ്രത്യേകം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവനോട് തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ടോ? തെറ്റ് ചെയ്യാത്ത ഒരാളുടെ തെറ്റ് ചെയ്യരുത് എന്ന് പറയുമോ? ഇല്ല. ചാൻസ് ഉള്ള സ്ഥലത്ത് ഉപദേശിക്കാം. തെറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉപദേശം കൊടുക്കാം, തെറ്റ് ചെയ്യരുതോട്ടോ എന്ന്. അപ്പോ ആചാര്യസ്വാമികൾ പറഞ്ഞ ഈ വാക്കുകൾ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മെ അടർത്തി എടുക്കുന്നവയാണ്. ഇത് മനസ്സിലാക്കി ധ്യാനം ചെയ്ത് ഉറപ്പിക്കണം. ധ്യാനം ചെയ്ത് ഉറപ്പിക്കുക. ഞാൻ ആത്മാ എന്നുറപ്പിക്കുക. ഞാൻ സാക്ഷി, ഞാൻ നിരവധ്യ, നിരാകാര, അവ്യയ, എല്ലാം ഞാൻ എന്ന് കൊണ്ടുവരണം. എനിക്ക് ഒരുവിധ വേദനയോ സങ്കടമോ ഇല്ല, എനിക്ക് സങ്കടങ്ങളില്ല, ഉറപ്പിക്കണം. എന്തിനു സങ്കടപ്പെടണം? സങ്കടമില്ല. സങ്കടം ഈ ശരീരത്തെ ബന്ധിച്ചതാണ്. എനിക്ക് സങ്കടമില്ല. ഈ ശരീരം വരും പോകും, പിന്നെന്തിന് ഞാൻ സങ്കടപ്പെടണം? ഇതുമായിട്ട് ഞാൻ എന്തിനതിനെ ബന്ധിപ്പിക്കണം? ഇങ്ങനെ നിധിധ്യാസനം ചെയ്യണം. എല്ലാം ഈ ശരീരത്തിനും മനസ്സിനും മാത്രമാണ്, എനിക്കില്ല. അവിടെ കൊണ്ടുവരണം. ശരീരത്തെ കൊണ്ടുവന്നാലും അടുത്ത് വലിയൊരു പിടിയുണ്ട്, മനസ്സ്. അവിടേക്കും വരണം, സൂക്ഷ്മ ശരീരം. അപ്പോൾ എനിക്കും ശരീരത്തിനും മാത്രമാണിത്. ആക്ച്വലി എങ്ങനെയാണ്? എനിക്കും അല്ല, മനസ്സിനും ശരീരത്തിനുമാണ് ഈ പ്രശ്നം, എനിക്കല്ല എന്ന് കൊണ്ടുവരണം. ഞാൻ മനസ്സല്ല എന്ന് പറയണം. എൻ്റെ മനസ്സിനാണ് വേദന, എൻ്റെ മനസ്സിനാണ് സങ്കടം. അപ്പൊ എൻ്റെ മനസ്സിനെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സല്ല, ഉറപ്പാണല്ലോ. അതിനുവേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതിന്? വിവേക ചൂടാമണിയിലും തത്വബോധത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 ശരീരങ്ങളാണ് ആക്ച്വലി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതല്ല, പക്ഷെ എനിക്കിപ്പോൾ 3 ശരീരമുണ്ട്. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. ഇത് 3ഉം ഇല്ലാണ്ടായാലേ ഞാൻ മാത്രം അവശേഷിക്കുള്ളൂ. ഞാൻ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിൽ ഞാൻ സർവ്വസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദമാണെന്ന് തിരിച്ചറിയും. അപ്പൊ ഇവിടെ 4 പദങ്ങളാണ് ഇവിടെ പറഞ്ഞേ. നിരാകാരൻ, 4 പറഞ്ഞു. നിർവികാരം, നിരാകാരം, നിരവധ്യം, അവ്യയം. 4 പദങ്ങൾ ഓർക്കുക. അപ്പൊ ഞാൻ ദേഹമല്ല, അസത് രൂപമായ ദേഹമല്ല. ഇങ്ങനെയുള്ള വിചാരത്തെ ജ്ഞാനികൾ ജ്ഞാനം എന്ന് പറയുന്നു. ധ്യാനത്തിൽ വരുന്ന മറ്റു ചിന്തകളെ ഈ വാക്കുകളെ കൊണ്ട് മാറ്റണം. അതൊരു പുതിയൊരു അറിവാണ്. എനിക്കും ഒരു പുതിയ അറിവാണ് കിട്ടിയത് ഈ കൂടെ. ധ്യാനത്തിലിരിക്കുമ്പോൾ മറ്റു ചിന്തകൾ നമ്മളെ അലട്ടും, ഉറപ്പാണ്. നമ്മളതിൽ നിന്ന് പല വഴി കൂടെ നമ്മൾ രക്ഷപ്പെടാറുണ്ട്. ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വരൻ നാമം അന്നേരം ഓർക്കാം, ഈശ്വരന്റെ രൂപം ഓർക്കുക ഒക്കെ. അപ്പോ നേരത്തെ അത് പറഞ്ഞു, പ്രകാശം എന്ന് പറഞ്ഞു. പ്രകാശമല്ല ആത്മാ എന്നും പറഞ്ഞു, ഒരു ബോധമാണെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് മനസ്സിലായി വന്നപ്പോൾ ഇപ്പൊ ഒരു പുതിയ രൂപായം കൂടെ പറഞ്ഞു തരികയാണ്. ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ധ്യാനാവസ്ഥയിലേക്ക്, അത് ഞാൻ ആരെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വാക്കുകളെ അവിടെ ഓർത്താൽ മറ്റു ചിന്തകൾ നമ്മളെ വിട്ടുപോകും എന്നൊരു ഉപദേശം ആചാര്യസ്വാമി ഇവിടെ തരുന്നു. ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ, വീട്ടുകാരുടെ ചിന്തയോ കുട്ടികളുടെ ചിന്തയോ മറ്റുള്ളവരുടെ ചിന്തയോ വരുമ്പോൾ ഉടനെ തന്നെ അഹം നിരാകാരഃ എന്ന് ഓർക്കുക. വേറെ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ ഉടനെ അഹം നിരവ്യയഃ എന്ന് ഓർക്കുക. ഓരോ വാക്കുകളും നിർവികാരഃ എന്ന് ഓർക്കുക, അവ്യയഃ എന്ന് ഓർക്കുക. ഓരോ വാക്കുകളെയും ആ സമയത്ത് ഓർക്കണം എന്ന് പറയും. എന്താ പറയുന്നത്? നിർവികാരഃ എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് അത് ഒരു സന്തോഷമോ പെട്ടെന്ന് മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ ഉടനെ നിർവികാരഃ എന്ന് ഓർക്കണം. പിന്നെയോ നിരാകാരനാണ് ഞാൻ, അപ്പൊ എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് ഓർക്കണം. പിന്നെ നിരവധ്യഃ എന്ന് ഓർക്കണം. പിന്നെ അവ്യയഃ എന്ന് ഓർക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ വരുന്ന മറ്റു ചിന്തകളെ നീക്കുവാൻ ആചാര്യസ്വാമി നമ്മളെ ഉപദേശിക്കുന്നു. ഇന്ന് കുറച്ച് കൂടുതൽ സമയമായി. എന്തായാലും വളരെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിർത്താൻ പറ്റത്തില്ല. വളരെ വലിയ അറിവുകൾ തന്ന ആചാര്യസ്വാമിയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുക. ഭഗവാൻ ബാബയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പരിവർത്തനം എന്നുള്ളൊരു കാര്യത്തെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം, ഉറപ്പായിട്ടും ചിന്തിക്കണം. എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ശരീരത്തിനല്ല, എൻ്റെ എൻ്റെ ഞാൻ ആരെ എന്നറിയുന്നതിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ? മനസ്സിന് ശാന്തത കിട്ടിയിട്ടുണ്ടോ? മനസ്സിതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ? അതോ മനസ്സിൽ പഴയ പോലെ കാര്യങ്ങളെ പറ്റി ഞാൻ വെച്ചിരിക്കുകയാണോ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ച്
ഭഗവാന്റെ വാക്കുകൾ വളരെയധികം പ്രയോജനം ചെയ്യും. ഭഗവാന്റെ വാണികൾ കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുക. സത്യസായി വാണി വളരെയധികം ഇതിന് ഈ പറഞ്ഞ നമ്മുടെ അപരോക്ഷാനുഭൂതി പഠിക്കുന്ന ആൾക്കാർക്ക് സത്യസായി വാണി വളരെയധികം ഉപകാരം ചെയ്യും. ഭഗവാന്റെ ധാരാളം വാണികളുണ്ട്. വാണി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രഭാഷണങ്ങൾ. അതിനകത്ത് ആത്മതത്വമാണ് ഭഗവാൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. ഈ ഒരു അവസ്ഥയിൽ നമുക്കത് വായിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും. നമ്മുടെ സുബ്രഹ്മണ്യം സാറ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ് അത് അനുഭവത്തിലൂടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സായി വാണിയും അപരോക്ഷാനുഭൂതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് വളരെയധികം മനസ്സിലാക്കുന്നു. അത് എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ്. സത്യസായി വാണി കിട്ടുകയാണെങ്കിൽ സ്വാമിയുടെ പ്രഭാഷണങ്ങൾ അതിൻ്റെ അവസാനം എല്ലാം ആത്മതത്വത്തിലേക്കാണ് എത്തിക്കുക, അല്ലാതെ അത്ഭുതങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് സ്വാമിയുടെ പ്രഭാഷണങ്ങൾ വായിച്ചാൽ വളരെയധികം പെട്ടെന്ന് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ എത്തേണ്ടടുത്ത് എത്താം. അതിനാണ് സ്വാമി വന്നത്, നമ്മളെ അവിടേക്ക് എത്തിക്കാനാണ്. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. സായിരാം സായിറാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിറാം സാർ. സായിറാം.